ഉദയസൂര്യൻ വരുന്നുണ്ട് ഗായ്സ്. അടിമാലിലാണ്, ചുവന്ന കളർ മാത്രം കാണാം കണ്ടോ. കുറച്ചധികം വരും. അപ്പോൾ നമ്മുടെ സ്കൂള് ഒന്ന് തുറക്കുകയാണ്, വിശുദ്ധെത്തി. അപ്പോൾ നമ്മുടെ മുത്തിനെടുക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ തന്നെ. നല്ല തണുപ്പാട്ടോ, തണുത്ത് വിറച്ച് മരച്ചുകൊണ്ടിരിക്കുക. ഇത് മലയിലൊക്കെ ഉണ്ടോ, മലയൊക്കെ കാണാൻ നമുക്ക്. മലയൊക്കെ വെള്ള കളറിലേക്ക് ഉണ്ടോ, അത് മഞ്ഞ്. ഇവിടെ 15 ഡിഗ്രി തണുപ്പ്, തണുത്തും മരിച്ച് ഇടപാട് തീർന്നതാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴല്ലോ ആ കുറച്ച് ദൂരം വരെ കാണാൻ ഇങ്ങനെ മഞ്ഞ്. പക്ഷെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. തണുപ്പ് ഇങ്ങനെ മേത്തൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, കൈയൊക്കെ മരച്ചിരിക്കണം, മടക്കാൻ പോലും പറ്റില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചൂടങ്ങോട്ട് വന്നിട്ട് സൂര്യൻ അവിടെ നിന്ന് വന്ന് തകർത്ത് തരിപ്പണാക്കി പിന്നെ പുറത്തിറങ്ങാൻ പാടാത്ത അവസ്ഥയാവും. രാവിലെ ഇതാണ് അവസ്ഥ കണ്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ വിശുദ്ധീതി സ്കൂളിലെ മഞ്ഞും തണുപ്പും അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തെങ്ങിൻ്റെ ഇടയിലൊക്കെ ഉണ്ടോ അങ്ങനെ മഞ്ഞ്, മൊത്തം കട്ട മഞ്ഞ. ആ മഞ്ഞ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, തണുപ്പ് ഇവിടെ ശരിക്കും അനുഭവിക്കുന്നുണ്ട് കണ്ടോ. നല്ല മഞ്ഞ അങ്ങനെ ഗ്രൗണ്ടിൽ മൊത്തം മഞ്ഞ കണ്ടോ. അതിൻ്റെ ഇങ്ങനെ ഗ്രൗണ്ടും ചെറിയ പാടങ്ങളും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ മഞ്ഞിങ്ങനെ കട്ട പിടിച്ച് കട്ടയ്ക്ക് കണ്ടോ. നമ്മൾ സ്കൂളിൽ വന്നു, നമ്മൾ മുത്തോടെ കിടക്കണ്ട കണ്ടോ. അവനെടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കണ്ടോ. സൂര്യൻ അതിലൂടെ ഉദിച്ചു വരുന്നുണ്ട് കണ്ടോ, മരത്തിൻ്റെ ഇടയിലൂടെ ഒരു ചുമപ്പ് കണ്ടോ. അത്രയ്ക്ക് തണുപ്പാണ്, കിടാ തണുപ്പാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ അടിമാലിയിൽ വെച്ച് കണ്ട ഉദയസൂര്യൻ താഴേന്ന് വരുന്നുള്ളായിരുന്നു. നോക്കിക്കോട്ടെ നിങ്ങൾ, ഉദയസൂര്യനാണ് അവിടെ നിന്ന് കത്തി ജ്വലിച്ച് വരുന്നത് കണ്ടോ. നോക്കാൻ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് ക്യാമറയിലൂടെ നോക്കാൻ പറ്റുന്നുള്ളൂ കണ്ടോ. എന്നാ സെറ്റായിട്ട് വന്നേ നോക്കി. ഇപ്പം തണുപ്പൊക്കെ മാറി കേട്ടോ, തണുപ്പൊക്കെ മാറി നല്ല സെറ്റായി കണ്ടോ. ഇത്ര അടുത്തേക്കാണ് നമുക്ക് സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി പോയാൽ ചിലപ്പോൾ കത്തിപ്പോവും. അതുകൊണ്ട് നമ്മൾ അത്ര അടുത്തേക്കാണ് പോകുന്നുള്ളൂ കണ്ടോ. മഞ്ഞൊക്കെ ഇവിടെ പറന്നു കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ തൊട്ടിയ ഡാം സൈറ്റിൽ വന്നേക്കണം കണ്ടോ. ഇവിടുത്തെ ഒരു വൈബ് ഉണ്ടോ, നല്ല തണുപ്പാട്ടോ. ഈ പുഴയിൽ നിന്ന് കാറ്റടിച്ചിട്ട് വരുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ.